ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഓഫീസിലെ കുറച്ച് വർക്കും കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അതായിരുന്നു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഡിലേ ആയത്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും റെസിൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ഫ്ലവേഴ്സ് യൂസ് ചെയ്തുണ്ടാക്കിയ കുറച്ച് കീ ചെയിനുകളുടെ മേക്കിംഗ് വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കൂടി എന്നോട് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഞാനൊരു ബിഗിനർ ഫ്രണ്ട്ലി റെസിൻ ആർട്ട് കിറ്റ് പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എപ്പോഴും ഒരു ബിഗിനർ ഫ്രണ്ട്ലി കിറ്റ് വാങ്ങി ട്രൈ ചെയ്തതിന് ശേഷം ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി പ്രൊഡക്റ്റുകൾ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം, വേണ്ടവർക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികൾ വീഡിയോ കണ്ടിട്ട് ഒരു പാർട്ട് ടൈം ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ മെയിനായിട്ട് പറയാനുള്ളത്, ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സ്കൂൾ തുറക്കുമ്പോഴേക്കും ടൈം കിട്ടാതെ മെറ്റീരിയൽസ് വേസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് ബിഗിനർ ഫ്രണ്ട്ലി കിറ്റ് വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് വട്ടം വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും റെസിൻ വർക്ക് ചെയ്യുന്നവർ ഒരു നല്ല മാസ്കും ഹാൻഡ് ഗ്ലൗസും യൂസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ചിലർക്കൊക്കെ റെസിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തലവേദന വരുന്നതായിട്ടും സ്കിൻ അലർജി ഉണ്ടാകുന്നതായിട്ടും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും പേഴ്സണലി മൈഗ്രെയിൻ ഇഷ്യൂസ് കൂടുതലാവുന്നത് പോലെ തോന്നിയിട്ടുണ്ട് മാസ്ക് ഇല്ലാതെ ഇത് യൂസ് ചെയ്യുമ്പോൾ. അടുത്തൊരു കോമൺ ഡൗട്ട് ബബിൾസ് വരാതെ എങ്ങനെ മിക്സ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ റെസിൻ മിക്സ് ചെയ്യാനായിട്ട്. മിനിമം 3 മിനിറ്റെങ്കിലും എടുത്ത് വേണം റെസിനും ഹാർഡനറും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ബബിൾസ് ഫ്രീ റെസിൻ ആൻഡ് ഹാർഡനർ പാക്കി വാങ്ങുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ കുറച്ചൊക്കെ ഒഴിവാക്കാം. ഇനി ബബിൾസ് വരുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് അനക്കാതെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ കുറേ ബബിൾസൊക്കെ മാറിക്കിട്ടും. ലാസ്റ്റ് ഓപ്ഷനായിട്ട് ചെറിയ ഹീറ്റ് ഗൺ യൂസ് ചെയ്തോ ലൈറ്റർ വെച്ചോ ഒക്കെ നമുക്ക് ബബിൾസ് റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എത്ര ടൈം വേണം ഒരു പ്രൊഡക്റ്റ് ചെയ്തെടുക്കാൻ എന്നുള്ളതാണ്. അത് ടോട്ടലി നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മിനിമം 24 മണിക്കൂറാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. പക്ഷേ ചില റെസിനൊക്കെ 12 മണിക്കൂർ കൊണ്ട് സെറ്റ് ആവുന്നുണ്ട്. എങ്കിലും 24 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഡീമോൾഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിന് വേണ്ടി 24 മണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങൾ ഫോട്ടോ ഒക്കെ വെച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഒരു തീം റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളോ ഒക്കെ ആണെങ്കിൽ ഒരു ലെയർ ഹാഫ് ഡ്രൈ എങ്കിലും ആയതിനു ശേഷമേ അടുത്ത ലെയർ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ ലെയർ ആഡ് ചെയ്തതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് ഡീമോൾഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്ത മെയിനായിട്ടുള്ള ഒരു ഡൗട്ട്, നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യാമെന്നുള്ളതാണ്. അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. സെല്ലിങ്ങിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് നോക്കുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഉടനെ മറ്റൊരു വീഡിയോ ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുടെ, പ്രത്യേകിച്ച് ഞാൻ കീ ചെയിൻ മേക്കിംഗ് വീഡിയോയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന്. ആ ടൂളിൻ്റെ പേര് ഡീബറിംഗ് ടൂൾ എന്നാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിലും റെസിൻ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സ്റ്റോറുകളിൽ നിന്നുമൊക്കെ നമുക്കിത് വാങ്ങിക്കാം. ഓരോ സെല്ലറും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിയത് 99 രൂപയ്ക്കാണ്. ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്രൈസ് കമ്പാരിസൺ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ റെസിൻ ആർട്ട് വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയിട്ട് നിങ്ങളിത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോകളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകും. പിന്നെ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി കിറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഡൗട്ടുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം തന്നെ വർക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്യാനും പറ്റും. ഇനി ഇതൊക്കെ കണ്ടും ചെയ്തും കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു റെസിൻ ആർട്ട് വർക്ക് പഠിച്ച് ചെയ്യുന്നതിലൂടെ ഒരു പാർട്ട് ടൈം ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ എന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ
ചിലപ്പോൾ ഇതൊരു ഹെൽപ്പായിരിക്കും. റെസിൻ റിലേറ്റഡ് ഒരുപാട് ഷോർട്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ലോങ് വീഡിയോസും കൂടെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും ഇനി നിങ്ങൾ എന്താണ് ഈ ഒരു റെസിൻ ആർട്ടിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ കമൻറ്റിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഹാപ്പിയായും പോസിറ്റീവായിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.